നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ്. റാങ്ക് നിർണ്ണയിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ ഒരുപാട് ഫാക്ട്സ് ഞാൻ പറയുന്നുണ്ട്. പുതിയ പുതിയ കറണ്ട് അഫയേഴ്സ് അടക്കം പുതിയ പുതിയ ഫാക്ട്സ് ആണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ തുടങ്ങിയാലോ. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഉണ്ടായിരിക്കും. തുടങ്ങാം. പിന്നെ എടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ LP സ്കൂൾ അസിസ്റ്റന്റ് 2020. ഇതിൽ ആദ്യത്തെ 5 ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടുവേ. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം ആരാണ്? 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം സച്ചിൻ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നതാണ് ലോറസ് പുരസ്കാരം. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ്. അത്ലറ്റിക്സിലെ വിജയത്തിന്റെ പരമ്പരാഗത പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ലോറൽ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലോറസ് എന്ന പേര് ഉരുത്തിരിഞ്ഞ് വന്നത്. അപ്പൊ അത്ലറ്റിക്സിലെ വിജയത്തിന്റെ പരമ്പരാഗതമായ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ലോറൽ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലോറസ് എന്ന പേര് ഉരുത്തിരിഞ്ഞ് വന്നേക്കുന്നത്. ലോറസ് സ്പോർട്സ് അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാ? 1999. 99 ലോറസ് സ്പോർട്സ് അവാർഡ് ഏർപ്പെടുത്തിയത്. ഇനി സച്ചിനെ പറ്റി പറയാം. നമ്മുടെ സ്വന്തം അഭിമാനം സച്ചിൻ ടെണ്ടുൽക്കർ. ബോംബെ ബോംബർ എന്നും മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നും അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. ബോംബെ ബോംബർ, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നീ അപരനാമങ്ങൾ ആരുടേതാണ്? സച്ചിൻ ടെണ്ടുൽക്കറിന്റേതാണ്. ഇനി സച്ചിൻ കളിച്ച ഏക 2020 മത്സരം ഏത് രാജ്യത്തിനെതിരെയാ? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയാണ് സച്ചിൻ കളിച്ച ഏക 2020 മത്സരം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് സച്ചിൻ തന്റെ അവസാന ടെസ്റ്റ് മത്സരം കളിച്ചത്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം. വാങ്കഡെ സ്റ്റേഡിയം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. മുംബൈയിലാണ്. ഇനി സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ്. ഭാരതരത്നം ലഭിച്ച ഏക സ്പോർട്സ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച വർഷം. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ധ്യാൻചന്ദ് ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. 1997-98 സച്ചിൻ ടെണ്ടുൽക്കറിന് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അമരാവതിയാണ്. അമരാവതി തന്നെയാണ് ആന്ധ്രാപ്രദേശിന്റെ പ്രസന്റ് ക്യാപിറ്റൽ. ആന്ധ്രാപ്രദേശിന് 3 ക്യാപിറ്റൽ എന്നുള്ള പ്ലാൻ ഉണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ മാത്രം ക്യാപിറ്റൽ ആയിട്ട് എടുത്താൽ കോൺസെൻട്രേറ്റിംഗ് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് മാത്രമായി പോകും എന്നുള്ള തരത്തിലാണ് 3 പാർട്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇപ്പോൾ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിന്റെ പുതിയ ക്യാപിറ്റൽ ആണെന്ന് YS ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്ററായ YS ജഗൻമോഹൻ റെഡ്ഡി 2023 ജനുവരി 31 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അദ്ദേഹം അനൗൺസ് ചെയ്ത കാര്യമാണ്. അപ്പൊ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതിയായിട്ടും ആന്ധ്രാപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം കുർണൂലായിട്ടും നിയമനിർവഹണ തലസ്ഥാനം വിശാഖപട്ടണമായിട്ടാണ് 3 ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? സാംസ്കാരിക തലസ്ഥാനം രാജമുദ്രിയാണ്. ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം. വ്യാപാര തലസ്ഥാനവോ വിജയവാഡയാണ്. വിജയവാഡ. ഈ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ്. എന്നാ രൂപീകരിച്ച ആന്ധ്ര സംസ്ഥാനം 1953 ഒക്ടോബർ മാസം 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്. ആന്ധ്ര സംസ്ഥാനത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? നെല്ലൂർ ജില്ലയാണേ.
നെല്ലൂർ ജില്ല. ഇനി ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ടി പ്രകാശമാണ്. ടി പ്രകാശം. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിലുള്ള 75% തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്കായി സംവരണം ചെയ്ത സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിലുള്ള 75% തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്കായി സംവരണം ചെയ്ത സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇനി ഇന്ത്യയിൽ 100% വൈദ്യുതീകരണം കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശ് ഗവർണറായ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആര്? പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, കോവിഡ്-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബേ എന്ന ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് വുഹാൻ നഗരം. കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് വുഹാൻ, ചൈനയിലെ വുഹാൻ. എന്നാണ് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത്? 2019 ഡിസംബർ മാസം 31. ലോകാരോഗ്യ സംഘടനയാണ് കൊറോണ വൈറസിന് COVID-19 എന്ന പേര് നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം ഏത്? കേരളം. കേരളത്തിൽ ഏത് ജില്ലയിലാ? തൃശൂർ ജില്ല. രണ്ടാമതായിട്ട് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലും മൂന്നാമതായിട്ട് കാസർഗോഡ് ജില്ലയിലുമാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇനി ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. സ്പുട്നിക് വി എന്ന വാക്സിനാണ് റഷ്യ വികസിപ്പിച്ചത്. COVID-19 വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യ രാജ്യം USA ആണ്. ഇനി കേരളത്തിലെ ആദ്യ കോവാക്സിൻ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ തോന്നയ്ക്കലിലാണ് നിലവിൽ വരുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യ കോവാക്സിൻ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലാണ്. കേരളത്തിലെ കോവിഡ് വാക്സിൻ നിർമ്മാണ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറായി നിയമിതയായത് ആര്? ഡോക്ടർ എസ് ചിത്ര. ഇനി കോവിഡ്-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1075 ആണ്. 1075 ആണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. COVID-19 രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് ബ്രേക്ക് ദി ചെയിൻ. ഇനി ആരോഗ്യ സേതു ആപ്പ് കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ച ചോദ്യമാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കൊറോണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ആപ്പ് ഏത്? ആരോഗ്യ സേതു. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്പാണ് ആരോഗ്യ സേതു. എന്നാണ് ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആയിട്ട് ആചരിച്ചത്? 2020 മാർച്ച് മാസം 22-നാണ്. 2020 മാർച്ച് മാസം 22. COVID-19 വ്യാപനം തടയാൻ മാലിദ്വീപ് ഗവൺമെന്റിന് അവശ്യ മരുന്നുകൾ വിതരണം ചെയ്യാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിന്റെ പേരെന്തുവാ? ഓപ്പറേഷൻ സഞ്ജീവനി എന്നതാണ്. ഓപ്പറേഷൻ സഞ്ജീവനി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആര്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സന്ന മരീൻ ആണ്. സന്ന മരീൻ നിലവിൽ ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രിയാണ്. സന്ന മരീൻ. ജസീന്ത ആർഡേൻ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ന്യൂസിലൻഡിന്റെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ജസീന്ത ആർഡേൻ. നിലവിൽ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ് ആണ് ന്യൂസിലൻഡിലെ നിലവിലെ പ്രധാനമന്ത്രി. ഇനി മുൻ ഉക്രൈൻ പ്രധാനമന്ത്രിയാണ് ഒലെക്സി ഹോൺചോർക്ക് മുൻ ഉക്രൈൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ചോദ്യം, ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയ്ക്കായിട്ടാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച വർഷം 1939. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം 1938 ഹരിപുര സമ്മേളനം.
INC-യിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി സമ്മേളനം. നേതാജിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നത് നേതാജിയുടെ കൃതിയാണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം എന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കൃതിയാണ്. വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എന്ന പുസ്തകം രചിച്ചതാര്? അനൂജ് ധർ. ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി എനിക്ക് നിങ്ങൾ രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി INA-യുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. 1943 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയതാര്? രാജ് ബിഹാരി ബോസ് ആണ്. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ചിത്തരഞ്ജൻ ദാസ്. ചിത്തരഞ്ജൻ ദാസ്. അടുത്ത ചോദ്യം, 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2019 എഴുത്തച്ഛൻ പുരസ്കാരം ഡീറ്റെയിൽ ആയിട്ട് കോഡിന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്, കണ്ടേക്കണേ. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിനാണ്. 2018 മുകുന്ദൻ, മുകുന്ദൻ. 2019 ആനന്ദ്. 2020 പോൾ സക്കറിയ. 2021 P വത്സല. 2022 സേതു. ഇതെങ്ങനെയാ ഞാൻ കോഡ് പറഞ്ഞേ? മുകുന്ദൻ ആനയുടെ കറി വാത്സല്യത്തോടെ സേതുവിന് നൽകി. മുകുന്ദൻ ആനയുടെ കറി വാത്സല്യത്തോടെ സേതുവിന് നൽകി. 18, 19, 20, 21, 22. മുകുന്ദൻ. ആന ആനന്ദ്, കറി സക്കറിയ, വാത്സല്യം വത്സല, പിന്നെ സേതുവിന് നൽകി സേതു. ഇപ്പൊ 2018 മുകുന്ദന് ലഭിച്ചു. 2019 ആനന്ദിനാണ് ലഭിച്ചത്. ആനന്ദിന്റെ മുഴുവൻ പേര് P സച്ചിദാനന്ദൻ. തൂലികാനാമമാണ് ആനന്ദ്. മുഴുവൻ പേര് യഥാർത്ഥ നാമം P സച്ചിദാനന്ദൻ എന്നതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം, ഏർപ്പെടുത്തിയത് 1993. ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ബാലാമണി അമ്മ. ഇനി 2020 പോൾ സക്കറിയ, 21 P വത്സല, 22 സേതു. ആനന്ദിനെ പറ്റിയല്ലേ പറഞ്ഞേ? ആനന്ദിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഗോവർദ്ധനന്റെ യാത്രകൾ. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഗോവർദ്ധനന്റെ യാത്രകൾ. ആനന്ദിന് വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. അഭയാർത്ഥികൾ, മരണ സർട്ടിഫിക്കറ്റ്, ആൾക്കൂട്ടം എന്നിവയെല്ലാം ആനന്ദിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് എന്താണ്? ഗഗൻയാൻ എന്ന പദ്ധതിയാണ്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. 2022 ഇനി 2023 നടക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ. GSLV Mark 3 ആണ് ഗഗൻയാൻ വിക്ഷേപണ വാഹനം. ഇനി ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര എന്ന റോബോട്ട്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറിന്റെ പേരെന്താണ്? ആർ ഹട്ടൻ എന്നതാണ്. ഗഗൻയാൻ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഫ്രാൻസും റഷ്യയും. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഏത്? റഷ്യ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ഫാക്ട്സ് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് അടക്കം. മനസ്സിലായെന്ന് വിചാരിക്കുക. എക്സ്ട്രാ കിട്ടിയ പോയിന്റ്സ് എല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ചെറിയൊരു ബുക്കിനകത്ത്. ഞാൻ പറഞ്ഞു ഈ റിലേറ്റഡ് ഫാക്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബുക്ക് വെച്ചേക്കണം. ഇതുപോലുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ എക്സ്ട്രാ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.